നമസ്തേ. വ്യഞ്ജനസന്ധി, അതിൽ നമ്മൾ ഒന്നാമത്തെ ടൈപ്പ് ചർത്വ സന്ധി. അതിൻ്റെ നിയമം എന്താണെന്ന് നമ്മൾ കണ്ടു. ഒന്നും കൂടി പറയാം ആ നിയമം എന്താണെന്ന്. വർഗ അക്ഷരങ്ങളിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അംഗം. വർഗാക്ഷരങ്ങൾ കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. ഈ ഓരോ വർഗത്തിലും ഒന്നാമത്തതോ രണ്ടാമത്തതോ മൂന്നാമത്തതോ നാലാമത്തതോ ആയിട്ടുള്ള അംഗം. അവസാനത്തെ അംഗം ഒഴിച്ച് ബാക്കി ഏത് അംഗം വന്നാലും സന്ധി രണ്ട് പദങ്ങൾക്കിടയിലാണല്ലോ. അപ്പോൾ ഒന്നാമത്തെ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം ഇതാണെങ്കിൽ രണ്ടാമത്തെ പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം കഠോരമായ വ്യഞ്ജനങ്ങൾ ആണെങ്കിൽ, കഠോരമായ വ്യഞ്ജനങ്ങൾ എന്തൊക്കെയാണ്? വർഗാക്ഷരങ്ങളിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും അംഗങ്ങൾ, പിന്നീടോ ഷു ഷു സ്. ഇതാണെങ്കിൽ എന്താ സംഭവിക്കുക? വളരെ സിമ്പിളാണ്. മാറ്റം എന്താണ്? ഒന്നാമത്തെ പദത്തിൻ്റെ അവസാനത്തെയുള്ള അക്ഷരം ഏത് വർഗത്തിലാണോ ഉള്ളത് ആ വർഗത്തിൻ്റെ തുടക്കം അംഗമായി മാറും. C1 ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ. C1 ആയിട്ട് മാറും. അപ്പം ഇതിൻ്റെ ഉദാഹരണങ്ങൾ തുടർന്നും നമുക്ക് കാണാം. സത്കാരം ചെയ്യുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സത്കരിച്ചു, ആദരിച്ചു എന്നൊക്കെ പറയുമല്ലോ. അതിഥിയൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിഥിയെ എങ്ങനെ നമ്മൾ സത്കരിക്കുന്നു. അപ്പം അതിന് നമ്മൾ സത്കാരഹ എന്നാണ് പറയാം. പക്ഷെ അത് പിരിക്കുമ്പോൾ എന്താ വരുന്നത് ശരിക്കും? സത് പ്ലസ് കാരഹ. സത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത്, കാരഹ ചെയ്യുന്നത്. സത് പ്ലസ് കാരഹ. ഇവിടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം ദ്. ദ് തവർഗത്തിലെ മൂന്നാമത്തെ അക്ഷരമാണ്. ത, ഥ, ദ. C3 ആണ് ദ്. ഇവിടെ രണ്ടാമത്തെ പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം കാ, കാരഹ കാ. കാ എന്ന് പറയുമ്പോൾ ഹാർഡ് കോൺസണന്റ്, കഠോര വ്യഞ്ജനമാണ്. വർഗാക്ഷരം ക വർഗത്തിലെ ഒന്നാമത്തെ അക്ഷരം C1 ആണ് ക. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ദ് വന്നിട്ട് ഏത് വർഗത്തിലാണോ ഉള്ളത് ആ വർഗത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരമായി മാറും. അതായത് ദ് തവർഗമാണ്, അതുകൊണ്ട് ദ് ത് ആയി മാറും. സത് കാരഹ. ഇനി അതുപോലെ ദിക്കാലഹ, ദേശവും കാലവും. നമ്മൾ പറയല്ലോ ആ പരമാത്മാവ്, ആ ഭഗവാൻ ദേശത്തിനും കാലത്തിനും അപ്പുറമാണ് എന്ന് നമ്മൾ പറയുമല്ലോ. ദിക്ക് കാലഹ, ദിക്കും കാലവും, ദിശയും ഡയറക്ഷനും ടൈമും, ടൈം ആൻഡ് സ്പേസ്, സ്പേസ് ആൻഡ് ടൈം എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പം ദിക്കാലഹ. പക്ഷെ അത് പിരിക്കുമ്പോൾ എങ്ങനെയാണ്? ദിഗ് പ്ലസ് കാലഹ. ദിഗ്. ഗ കവർഗത്തിലെ മൂന്നാമത്തെ അക്ഷരം. അപ്പൊ C3 ആണ്. ക ഖ ഗ മൂന്നാമത്തെ മെമ്പറാണ്. കാലഹ ക വന്ന് കഠോര വ്യഞ്ജനമാണ്. C1 ആണ് കവർഗത്തിലെ ഒന്നാമത്തെ അക്ഷരം. രണ്ടും കൂടി ചേരുമ്പോൾ ഗ വന്നിട്ട് ഏത് വർഗത്തിലാണോ ഉള്ളത്? കവർഗത്തില്. ആ കവർഗത്തിലെ ആദ്യത്തെ അക്ഷരം അതായത് ക ആയി മാറും. ദിക് കാലഹ. ഇനി പറയാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു, അവരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്, എൻ്റെ സുഹൃത് കളിക്കുകയാണ്. സുഹൃത് കളിക്കുകയാണ്. ക്രീഡതി. ഇപ്പം സുഹൃത് ക്രീഡതി. ക്രീഡതി കളിക്കുന്നു. ആര് കളിക്കുന്നു? സുഹൃത് കളിക്കുന്നു. സുഹൃത് നല്ല ഹൃദയമുള്ളവൻ, അവനാണ് സുഹൃത്. സുഹൃത് ആദ്യത്തെ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം നോക്കൂ, ദ. തവർഗത്തിലെ മൂന്നാമത്തെ അക്ഷരമാണ് ത, ഥ, ദ, ദ. ഇനി രണ്ടാമത്തെ പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം ക്രീ. ക് പ്ലസ് ര് പ്ലസ് ഇ ആണല്ലോ ക്രീ എന്ന് വരുന്നത്. അപ്പോൾ തുടക്കത്തിലുള്ള അക്ഷരം ഏതാണ്? ക്. ക് വന്നിട്ട് കഠോര വ്യഞ്ജനമാണ്. C1 ആണ്. അപ്പം എന്ത് സംഭവിക്കും? രണ്ടും കൂടി ചേരുമ്പോൾ ഇത് വന്നിട്ട് അതിൻ്റെ ഏത് വർഗത്തിലാണോ ഉള്ളത്? ദ് തവർഗമാണ്. അതുകൊണ്ട് തവർഗത്തിലെ ഒന്നാമത്തെ അംഗമായ ത് ആയി മാറും. സുഹൃത് ക്രീഡതി. ഇനി പറയാണ്, ഓ ഇത് ഞങ്ങളുടെ പുത്രനാണ്. അപ്പോൾ പുത്രൻ നല്ല റാങ്കൊക്കെ മേടിച്ചു, നല്ല സദ്ഗുണ സമ്പന്നനാണ്. അപ്പോൾ ഒരാൾ
സ്കൂളിൽ ചെല്ലുമ്പോൾ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ ചോദിക്കുകയാണ്, ഇതാരാണ് എന്ന് ചോദിക്കുമ്പോൾ അച്ഛനമ്മമാർ പോയിട്ട് പറയാണ്, ഇത് ഞങ്ങളുടെ കുട്ടിയാണ്, ഞങ്ങളുടെ കുട്ടിയാണ്, അസ്മത് പുത്ര എന്ന് പറയും. അസ്മത് പുത്ര, അസ്മത് ഞങ്ങളുടെ കുട്ടി, ഞങ്ങളുടെ കുട്ടി എന്ന് ബന്ധുക്കളെല്ലാം കൂടി ചേർന്നിട്ട് പറയും, ആ ഞങ്ങളുടെ കുട്ടിയാണ് അത് എന്ന്. അപ്പം ഇവിടെ നോക്കൂ, പുത്ര അസ്മത്, അസ്മത് ഞങ്ങളുടെ, അസ്മത് ദ്, അവസാനത്തെ അക്ഷരം ദ് ആണ്, തവർഗത്തിലെ മൂന്നാമത്തെ അംഗം. അപ്പൊ C3 ആയിട്ട് വരും. പുത്ര ആദ്യത്തെ അക്ഷരം പ് ആണ്, P+U ആണല്ലോ, പു. അപ്പൊ പ് വന്നിട്ട് കഠോര വ്യഞ്ജനമാണ്, പവർഗത്തിലെ ഒന്നാമത്തെ അക്ഷരം. അപ്പൊ എന്താ, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അസ്മത് ദ് വന്നിട്ട് അതേത് വർഗത്തിലാണ്, തവർഗത്തിന്റെ തുടക്കത്തിലുള്ള അക്ഷരമായി മാറും, അതായത് ത്, അസ്മത് പുത്രഹ എന്ന് മാറും. ഇനി നോക്കൂ, ശരിക്കുള്ള സമ്പത്ത് ആരാണ്? പുത്രനും പുത്രിയാണല്ലോ ശരിക്കുള്ള സമ്പത്ത്. അപ്പൊ സമ്പത് പുത്ര എന്ന് എഴുതാണ്. അതിലും സമ്പത് പ്ലസ് പുത്ര, ഇതേപോലെ തന്നെ അസ്മത് പ്ലസ് പുത്ര പോലെ തന്നെ സമ്പത് പ്ലസ് പുത്ര. സമ്പത് അവസാനത്തെ അക്ഷരം ദ് ആണ്, ദ് തവർഗത്തിലെ മൂന്നാമത്തെ വർഗം, തവർഗത്തിലെ മൂന്നാമത്തെ അക്ഷരം, അതായത് C3 ആണ് ദ് പ്ലസ് പുത്ര. ഇതിൽ തുടക്കത്തിലുള്ള അക്ഷരം P+U ആണല്ലോ, പു. അപ്പൊ പ് എന്ന് പറയുമ്പോൾ പവർഗത്തിലെ ഒന്നാമത്തെ അക്ഷരം C1 ആണ്, കഠോര വ്യഞ്ജനമാണ്. ഇപ്പൊ രണ്ടും കൂടി ചേരുമ്പോൾ ദ് വന്നിട്ട് സമ്പത് എന്നല്ല, ദ് വന്നിട്ട് അതേത് വർഗത്തിലാണുള്ളത്, തവർഗം. ആ തവർഗത്തിന്റെ ഒന്നാമത്തെ അക്ഷരം, അതായത് ത് ആയി മാറും, സമ്പത്ത് പുത്ര. ഇനി നോക്കൂ, മുകളിലേക്ക് ചാടുക, മുകളിലേക്ക് ചാടുക. ഒരു കുരങ്ങൻ വന്നു, നല്ല വൃക്ഷത്തിൽ മാമ്പഴം ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ മുകളിൽ ചാടി കയറിയാലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മുകളിലേക്ക് ചാടുകയാണ്, ചാടി 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 കയറുകയാണ്. പിന്നീടോ ഡും, ആ മാമ്പഴവും കൊണ്ട് താഴേക്ക് പതിക്കുന്നു എന്ന്. അപ്പോൾ ഊത് പതതി, ഉത് പതതി, ഉത് പ്ലസ് പാതതി. ഉത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ അക്ഷരം ദ് എന്നാണ്, ദ്. ദ് എന്ന് പറയുമ്പോൾ തവർഗത്തിലെ മൂന്നാമത്തെ അംഗം, അതായത് C3 ആണ്. പതതി എന്ന പദത്തിന്റെ തുടക്കത്തിലുള്ള അക്ഷരം പ ആണ്. പ കഠോര വ്യഞ്ജനമാണ്, പ വർഗത്തിലെ ഒന്നാമത്തെ അക്ഷരം. രണ്ടും ചേരുമ്പോൾ ഉത് എന്നുള്ള ദ് വന്നിട്ട് അതേത് വർഗത്തിലാണോ ഉള്ളത് ആ വർഗത്തിന്റെ തുടക്കം അക്ഷരമായി മാറും, ഉത് പതതി. ഏതത് പാർശ്വം, പാർശ്വം എന്ന് പറയുമ്പോൾ അടുത്ത് അല്ലെങ്കിൽ സൈഡ്സിൽ എന്ന് പറയാം, രണ്ട് വശത്തും. ഏതത് പാർശ്വം, ഏതത് അവസാനത്തെ പദം ദ്, ദ് വന്നിട്ട് തവർഗത്തിലെ മൂന്നാമത്തെ അക്ഷരം, അപ്പൊ C3 ആണ്. പാർശ്വം തുടക്കത്തിലുള്ള അക്ഷരം പ ആണ്, കഠോര വ്യഞ്ജനമാണ്. രണ്ടും കൂടി ചേരുമ്പോൾ ഏതത് എന്നുള്ളതിൽ ദ് വന്നിട്ട് അതിൻ്റെ വർഗാക്ഷരത്തിലെ ഒന്നാമത്തെ അക്ഷരം, അതായത് ത് ആയി മാറും. ഏതത് പാർശ്വം എന്ന് വരുന്നു. അപ്പം ഇതാണ് വ്യഞ്ജനസന്ധിയുടെ ഒന്നാമത്തെ ടൈപ്പായ ചറുത്വ സന്ധി. അടുത്ത ദിവസം നമുക്ക് വേറെ സന്ധി, വ്യഞ്ജനസന്ധിയിലെ വേറെ ഒരു ടൈപ്പ് നമുക്ക് കാണാം. നമസ്തേ.